ആ പറയടി, എന്തുപറ്റി ഇത്ര രാവിലെ ഒരു കോളൊക്കെ? ഡാ, നീ ഇന്ന് ഫ്രീ ആണോ? അതെടി, എന്തുപറ്റി? ഡാ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ ഈ തലയണിക്കാവ് ക്ഷേത്രത്തിനടുത്തുണ്ട്. ഒന്ന് വരുമോ ഇവിടം വരെ? ശരിയടി, എന്നാ നീ അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം. ശരിയടാ എന്നാ. എന്താടി ഇന്നൊരു പുതിയ ലുക്ക്? എന്ന് തിടണം തോന്നി, അത്രേ ഉള്ളൂ. നീ എന്താ കാണണമെന്ന് പറഞ്ഞത്? എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ? എന്തായിരുന്നു? ഡാ, ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായേക്കാം. എന്നെപ്പോലെ ഒരു പെണ്ണ് ഇത് ആഗ്രഹിക്കാൻ പാടുണ്ടോയെന്നും എനിക്കറിയില്ല. മതി, നീ ഒന്ന് നിർത്തിയേ. ഇന്നലെ ഏത് സീരിയലാണ് കണ്ടത്? ഒരു സീരിയലിലെ ഡയലോഗ് മുഴുവനും പറഞ്ഞു പോവാണല്ലേ. എന്തേലും ഉണ്ട്, ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ നിനക്ക്? എടാ, ഞാൻ സീരിയസ് ആയിട്ട് നിന്നോട് കാര്യം സംസാരിക്കാൻ വന്നത്. നീ ചുമ്മാ കളിയാക്കുവാണെങ്കിൽ ഞാൻ പറയത്തില്ല. ശരി, ഞാൻ ഇനിയൊന്നും പറയുന്നില്ലേ. ഇതാ, നമ്മൾ തമ്മിൽ കൂട്ടായിട്ട് ഏകദേശം 10-12 വർഷമായി. ഇതിനിടയ്ക്ക് നീ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? നിന്നെ കുറിച്ച് മനസ്സിലാക്കിയതാണോ പറയണ്ടത്? അങ്ങനെയാണ് കുറെ ഉണ്ട് പറയാനായിട്ട്. കുശുംബിയാണ്, അഹങ്കാരിയാണ്, നുണച്ചിയാണ്, കുറുമ്പിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. എന്റെ ഫ്രണ്ടായി പോയില്ലേ നീ? എന്തോ മക്കളെ ഇവിടെ പരിപാടി? ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? മക്കളെ, ഇവിടെ ഈ വക പരിപാടി ഒന്നും നടക്കത്തില്ല. ഇത് മാന്യന്മാര് പോകുന്ന സ്ഥലമാണ്. ചേട്ടനാണോ ഈ മാന്യൻ? എടി പെണ്ണെ, ഈ സ്ഥലം അത്രയ്ക്ക് ശരിയല്ല. ഇവിടെ എന്നാ പണി മേടിക്കുവേ. ചേട്ടാ, മര്യാദയ്ക്ക് പോയ ചേട്ടനും കൊള്ളാം, ഇല്ലെങ്കിൽ ഓട്ടിച്ചിട്ട് അടിക്കും. എടാ ചെറുക്ക, ഈ ഏരിയ പെശക, ഞാനും പെശക. ചവിട്ടി എല്ല് വലിച്ചൂരി എടുക്കത്തേ ഉള്ളൂ. എന്നാ താഴ്ന്ന ചവിട്ടോടെ കാണട്ടെ. ഞാൻ പീഡന കേസിന് അകത്ത് പോയിട്ടുണ്ടോ? ഞാനൊരു പീഡന കേസിന് പരാതി കൊടുത്തോണ്ടല്ലോ അഴിയണ്ട നിങ്ങള്. അയ്യോ, മോൾ എന്തോ ഈ പറയുന്നത്? മോള് സംസാരിച്ചോ? ചേട്ടൻ ചുമ്മാ കണ്ടോണ്ട് ചോദിച്ചില്ലേ? സംസാരിച്ചോ. ഓ, കുരുപ്പാണെങ്കിൽ വല്ലാത്ത സാധനം. കുറച്ചു ദിവസം നിന്നെ കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ച നിന്റെ സ്വഭാവമൊക്കെ മാറിപ്പോയെന്നാ. നിനക്കൊരു മാറ്റവും ഇല്ലല്ലേ? എടാ, നീ ഇങ്ങനെ പിന്നെയും കളയാക്കിക്കൊണ്ടിരുന്ന എനിക്ക് കാര്യം പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ പൊന്നെ, അത് മാത്രം വേണ്ട. എനിക്ക് പിന്നെ എന്റെ തല പൊട്ടുന്ന പോലെ ആയിപ്പോ. എനിക്ക് കാര്യം കേട്ടില്ല എന്നുണ്ടെങ്കിൽ നീ എന്താ വെച്ചാൽ തുറന്നു പറ. എടാ, ഇത് ഞാൻ കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാ. പക്ഷെ ഇപ്പോഴും എനിക്കത് അറിയത്തില്ല, ശരിയാണോ തെറ്റാണോ എന്നൊന്നും. നീ ഒന്ന് നിർത്തിയേ. ഒരു പ്രണയത്തിന്റെ കുമ്പസാരമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് ആളാരാണ്, എത്ര കൊല്ലമായി തുടങ്ങിയിട്ട്, അതോ ഇനി ദിവസങ്ങളെ ആയിട്ടുള്ള? ഇതൊക്കെ പോരട്ടെ, ഈ ഡയലോഗ്സ് എന്തിനാ നീ പറയുന്നത്? ഇത് സീരിയലിന് വല്ല അഡിക്റ്റ് ആണോ നീ? ഡാ, നീ എന്തെങ്കിലും തമാശ കളിക്കുന്ന? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ആയിക്കോട്ടെ, നീ ആളാരാന്ന് പറ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മനം കവർന്ന ആ ഹതഭാഗ്യവൻ ആരാന്ന് ഞാനൊന്നും അറിയട്ടെ. അത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടല്ലേ ഇത്രയും ഞാനാണെങ്കിൽ ചോദിക്കുന്നത്. എന്നോട് ക്ഷമിക്കും നീ ഒന്ന്. ഇതാ, എനിക്ക് നിന്നെ ഇഷ്ടം. നീ എന്തോടി പറയുന്നത്? സത്യം. അർഹതയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എപ്പോഴാണ് ഇഷ്ടം തോന്നിയെന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എടി, നീ ഇങ്ങനെ കരയല്ലേ. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നമ്മൾ തമ്മിൽ 10-12 കൊല്ലമായിട്ടുള്ള കൂട്ടല്ലേ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നിനക്ക് എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം. എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും, എൻ്റെ കുറവുകളാണെങ്കിലും കുറുമ്പുകളാണെങ്കിലും എല്ലാം നിനക്ക് അറിയാവുന്നില്ലേ. നിന്നെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ വരും. ഒന്നാലോചിക്കുകയാണെങ്കിൽ, അറിയാത്ത ഒരാളെ നമ്മൾ വിവാഹം കഴിച്ച് ആ റിസ്ക് ഏറ്റെടുക്കുന്നതിനേക്കാളും നല്ലത് അറിയുന്ന ഒരാളെ വിവാഹം കഴിച്ച് ആ റിസ്ക് ഏറ്റെടുക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിൽ യു മാരി മീ?